ഇന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിലും സാമ്പാറാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഉള്ളി സാമ്പാറാണ് വെച്ചത്. പിന്നെ അതിൽ ഒരു 2 തക്കാളിയും കൂടി അരിഞ്ഞിട്ടു. അത് പുളിവെള്ളം കൂട്ടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് സെറ്റാവുമ്പോൾ ഏകദേശം ആയി വരുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളക് ഇട്ട് വേവിച്ച് പരിപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കടുക് കാച്ചുക ചെയ്യണം കേട്ടോ. കടുക് കാച്ചുമ്പോൾ അതിലിത്തിരി കായത്തിൻ്റെ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ സാമ്പാർ വെക്കാറ്. സാമ്പാർ പൊടി വാങ്ങേണ്ടതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണേ. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ നമ്മൾ കായപ്പൊടിയും മുളക് പൊടിയും ചേർക്കും. സാമ്പാർ തയ്യാറായി. പിന്നെ നമ്മൾ നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ക്ലീൻ ചെയ്തിട്ട് അമ്മച്ചി വരഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അമ്മച്ചി. നല്ല ടേസ്റ്റാണ് അമ്മച്ചിയുടെ മീൻ വറുത്തത് കഴിക്കാനായിട്ട്. അപ്പോൾ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് പീച്ചിങ്ങ തോരനാണ് വെച്ചത്. ഒരു സ്പെഷ്യൽ വെപ്പായിരുന്നു. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ സവോളയും അതുപോലെ പച്ചമുളകും ഇട്ടൊന്ന് നന്നായി ഒന്ന് മൂപ്പിക്കുക കേട്ടോ. ചീഞ്ചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ പാനിലാണ് ചെയ്യണത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. നമ്മൾ ഈ തോരൻ വയ്ക്കുമ്പോൾ ഈ പുറത്തുനിന്ന് മിക്ക തോരനിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതിൻ്റെ വിഷാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടിച്ചെമ്മീൻ. അതൊരു കുറച്ച് മതി കേട്ടോ. അതായത് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും പിന്നെ ഈ തോരൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ദേ ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പൊടിച്ചെമ്മീനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റുക. കൂടെ തന്നെ നമ്മുടെ പീച്ചിങ്ങ അരിഞ്ഞതും കൂടി അതിൽ ചേർക്കണം കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ആ പീച്ചിങ്ങയിലത്തെ വെള്ളം ഫുള്ള് വറ്റണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. പീച്ചിങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. പീച്ചിങ്ങ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ചേർത്താൽ നമ്മുടെ പീച്ചിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടത്. പീച്ചിങ്ങ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ചെമ്മീൻ കൂട്ടി പീച്ചിങ്ങ വെക്കുന്നത്. ചെമ്മീനും പീച്ചിങ്ങയും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ